ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ ഡേറ്റ ചോർച്ച അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ വിഷയത്തിനെ ചൊല്ലി അമേരിക്കയിൽ സെനറ്റിനുള്ളിൽ തന്നെ സാറ വൈൻ വില്യം എന്ന് പറഞ്ഞ വ്യക്തി 2011 മുതൽ 2017 വരെ ഫേസ്ബുക്ക് മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അവർ ഏത് വിഭാഗത്തിലാണെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിരുന്നു അവർ. അതായത് ഈ ഒരു പ്രൈവസി, ഡേറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലായിരുന്നു പുള്ളിക്കാരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ടെസ്റ്റിമോണിയാണ് ഇന്ന് സെനറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ടെസ്റ്റിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടെസ്റ്റിമോണിയൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയൽ, ഒരു ചോദ്യോത്തരവേള എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ മെറ്റ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിക്കെതിരെയും ഡയറക്റ്റ് ആയിട്ട് മാർക്ക് സക്കർബർഗിനെതിരെയും തന്നെയാണ് അലിഗേഷൻ ഉന്നയിച്ചത്. അലിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ആരോപണങ്ങളൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ആരോപണമാണ്. അതായത് ചൈനയുടെ CCP, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഡേറ്റ മാർക്ക് സക്കർബർഗ് മനഃപൂർവ്വം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത ഡേറ്റകൾ അമേരിക്കയ്ക്കും കൂടി ദോഷം വരുത്തുന്നതാണ് എന്നുള്ള നിലയിലാണ് ആരോപണം. ഇത് വലിയ ആരോപണമാണ്. ഇതിലുപരിയായിട്ട് ഈ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഡേറ്റ അത്ര പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ ഒറ്റ ലൈനിൽ ഓക്കെ എല്ലാം ഡേറ്റ എല്ലാം സെക്യൂർ ആണ് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളിപ്പം ഒരു ബ്രൗസറിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ബ്രൗസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗൂഗിൾ ക്രോം പോലത്തെ, മോസില്ല ഫയർഫോക്സ് പോലത്തെ അങ്ങനെയൊക്കെയുള്ള പിന്നെ ബ്രൗസേഴ്സ് ഉണ്ട്. ഈ ബ്രൗസേഴ്സ് പല രാജ്യങ്ങളും, ചൈനയുടേതായിട്ടുള്ള ഓൺ ബ്രൗസേഴ്സ് ഒക്കെയാണ്, ബൈഡു എന്ന് പറഞ്ഞ ബ്രൗസറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം ഇന്ത്യയും സോഹോയുടെ ഒരു ബ്രൗസറാണ് ഇപ്പം ഓൺ ബ്രൗസറായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം പലർക്കും ഈ ഒരു ഡേറ്റ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇവർ പറഞ്ഞിരിക്കുന്ന അലിഗേഷനിൽ ഇവരുടെ അടുത്ത് മാറിയും തിരിഞ്ഞും പല ഉദ്യോഗസ്ഥരും അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് US സെനറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന ഒരു ടെസ്റ്റിമോണി പറയാൻ പോയി കഴിഞ്ഞാൽ ചുമ്മാ നമ്മളിങ്ങനെ നമ്മളുടെ മൈക്കിൽ കൂടെ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ്, കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് വിളിച്ച് പറയുന്ന പോലെ ആരോപണം വിളിച്ച് പറയലല്ല. അവിടെ ഒരു ആരോപണം വിളിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ അവരെ സെനറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇതിന് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ, എക്സ്പേർട്ടുകളെ കൊണ്ട് ചുറ്റിലും അങ്ങ് ഇരുത്തുക. എന്നിട്ട് ഈ പറയുന്ന ആരോപണത്തിനെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും നിങ്ങളുടെ ആരോപണം എത്രമാത്രം കഴമ്പുള്ളതാണ് എന്നുള്ള നിലയിൽ ആ പോയിന്റിൽ തന്നെ വിലയിരുത്തുകയാണ്. അതായത് പലർക്കും തോന്നുന്ന ആസ്പെക്റ്റിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ആള് അത് ഫുൾ ആൻഡ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അതിന്റെ ഉത്തരം കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ പൊളിയും, നിങ്ങളുടെ ആരോപണം പൊള്ളയാണ് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ തെളിയും. ഇതെല്ലാം മാധ്യമങ്ങൾ റെക്കോർഡും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ടെസ്റ്റിമോണിയാണ് അവിടെ നടന്നത്. ഇതിൽ പക്കാ ടെസ്റ്റിമോണിയാണ്. ഈ ടെസ്റ്റിമോണിയുടെ വേറൊരു വശമുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഇതിനകത്ത് അവർ പറഞ്ഞ ഈ ഒരു ടെർമിനോളജിയിൽ ഡേറ്റ ഷെയറിംഗ്, അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൊല്ലം കൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഡേറ്റ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ ബാങ്കാണ് ഫേസ്ബുക്കിനുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഡേറ്റ ഷെയറിംഗ് ചെയ്യുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, അതിലും പ്രത്യേകിച്ച് ചൈന CCP പാർട്ടിയുമായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനകത്ത് നമ്പർ 1 ഫോട്ടോ ടാഗിങ് എന്ന് പറഞ്ഞുള്ള ഒരു ടെർമിനോളജി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ അവർ ഫേസ് റെക്കഗ്നേഷൻ, ഈ ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു AI ടൂളാണ്. അതായത് ഈ ഫേഷ്യൽ റെക്കഗ്നേഷനിൽ പല എത്നിസിറ്റിയിലുള്ള ആൾക്കാർ, പല തരത്തിലുള്ള ആൾക്കാരുടെ ഫേഷ്യൽ റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെ ആമസോൺ പോലത്തെ കമ്പനികളൊക്കെ നടപ്പിലാക്കുന്ന, AAWS എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ നടപ്പിലാക്കുന്ന പ്രൈവറ്റ് പ്രോജക്റ്റുകളാണ് ഇതൊക്കെ. പല $ബില്യൺ മുടക്കിയിട്ടാണ് ഈ പ്രോജക്റ്റുകളൊക്കെ മറ്റുള്ള കമ്പനികൾ നടപ്പിലാക്കുന്നത്. അപ്പൊ അതൊക്കെ ഏത് രീതിയിലാണ് ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനി ചൈനയ്ക്ക് കൈമാറിയത് എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അതിന്റെയൊക്കെ വിവരങ്ങൾ എന്റെ പക്കൽ ഉണ്ട് എന്നാണ് ഈ സാറ എന്ന് പറഞ്ഞ ലേഡി അവകാശപ്പെടുന്നത്. പിന്നെ വരുന്ന ഇൻഫർമേഷൻ ആണ് ഏറ്റവും ക്രൂഷ്യൽ, പിച്ചിങ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ കോൺവെർസേഷൻസ് ഇതൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ കോൺവെർസേഷനിൽ അവരെന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം വേണം എന്നൊക്കെ അവർ എഴുതുന്നുണ്ട്. അവർ എഴുതുമ്പോഴത്തേക്കും അവർ വിചാരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ എഴുതുന്നു എന്നുള്ളതിലുപരിയായിട്ട് എന്റെ ഓപ്പോസിറ്റിൽ ആരാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യാണ് എന്നുള്ള നിലയിലാണ് അവർ എഴുതുന്നത്. അപ്പൊ ആ എഴുതുന്ന ആ ഒരു മെസ്സേജ്, ആ ഒരു ഡേറ്റ വരെ ശേഖരിച്ച് ഇത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ചോർത്തി കൊടുക്കുകയും മാർക്കറ്റിംഗ് കമ്പനികൾ അവരുടെ കൃത്യമായ ടാർഗറ്റുകൾ കണ്ടെത്തി അവിടെ അവരുടെ പ്രോഡക്റ്റ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കുന്നതായിട്ടാണ് ഈ ഒരു അലിഗേഷനും കൂടെ അവർ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇത് മാത്രമല്ല, ഇമോഷണലി വീക്ക് ആയിരിക്കുന്ന സമയങ്ങളിൽ ആൾക്കാർ, അതായത് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, വിഷമത്തോടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റ്സ്, ഇതെല്ലാം തന്നെ ഇവർ മോണിറ്റർ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് വിലയിരുത്തിക്കൊണ്ട് അവിടെയൊക്കെ പ്രോഡക്റ്റ് പിച്ചിങ് നടത്തുന്നു എന്നാണ് ഇനിയൊരു അലിഗേഷൻ.
ഏറ്റവും ഇതിലുപരിയായിട്ട് പറഞ്ഞത്, ഞാനൊരു 3 കുട്ടികളുടെ അമ്മയാണ്, ഇതിനകത്ത് കണ്ടന്റ് ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അഡൽട്ട് ചൈൽഡ്ഹുഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള വേർതിരിവും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലയിലും കൂടെ ഒരു ആരോപണം വെച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാർക്ക് സക്കർബർഗിന്റെ ഫ്രീക്വന്റ് വിസിറ്റ് ഓഫ് ബെയ്ജിങ്ങിലേക്കുള്ള മാർക്ക് സക്കർബർഗിന്റെ കണ്ടിന്യൂസ് വിസിറ്റ്. ഈ ഒരു വിഷയം തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കണം എന്നാണ് പറയുന്നത്, ഈ വിസിറ്റുകളൊക്കെ എന്തിനാണെന്നുള്ളതിനെ ചൊല്ലി. ഇതിലുപരിയായിട്ട് അവർ പറയുന്ന വേറെയും വിഷയങ്ങളുണ്ട്. അമേരിക്ക, തായ്വാൻ, ഹോങ്കോങ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള ഡേറ്റ വരെ ഫേസ്ബുക്ക് ചൈനീസ് CCP പാർട്ടിക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇനിയൊരു അലിഗേഷൻ. അപ്പൊ അതായത് ഈ ഒരു വിശദമായ മണിക്കൂർ കണക്കിൽ നീണ്ടുനിന്ന ലൈവ് തന്നെയായിരുന്നു. മാർക്ക് സക്കർബർഗിന് ഫേസ്ബുക്കിന് 2012 ഇതേപോലെ ഒരു എൻകൗണ്ടർ നേരിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2017 ഈ സ്പെസിഫിക്കലി ചൈനയുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഇതേപോലത്തെ ഒരു എൻകൗണ്ടർ വീണ്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇത് 2025 വീണ്ടും വന്നിരിക്കുന്നത്. 2017 മാർക്ക് സക്കർബർഗ് ഈ വക വിഷയങ്ങളൊക്കെ ഡിനൈ ചെയ്തുകൊണ്ട് അന്നും തന്നെ ഈ കണ്ടീഷൻസിനൊക്കെ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ചൈനയിൽ വീണ്ടും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു വിഷയം പൊന്തി വരുന്നത്. മാർക്ക് സക്കർബർഗ് അതിന്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിനെ 2 വിധത്തിലാണ് ഗണിക്കുന്നത്. ഒന്ന്, നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കണം. ഈ ഫേസ്ബുക്കിന്റെ മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ് $1 ബില്യൺ ട്രംപിന്റെ ജാനുവരി ഇനോഗ്രേഷന് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്പർ 1. ഇവിടെ ഏതെങ്കിലും തരത്തിൽ മാർക്ക് സക്കർബർഗിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ വിശ്വാസത്തിനെ അത് ചോദ്യം ചെയ്യും. അത് നമ്പർ 1. അപ്പൊ ഇത് മാർക്ക് സക്കർബർഗ് ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടിൽ ചെന്ന് ട്രംപിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിന് കാലങ്ങളായിട്ട് ഇതേപോലത്തെ അലിഗേഷൻസ് വരാറുണ്ട്, പക്ഷെ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളുടേതായിട്ടുള്ള ചില പോളിസികളുണ്ട്. ആ പോളിസികൾ പലതും നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാകുന്നത് നമ്മളുടെ പ്രവർത്തനം അവിടെ തുടരാനും അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥയ്ക്ക് ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നാലും അതിൽ വേറൊരു ചോദ്യം കിടപ്പുണ്ട്. അതായത് ചൈനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ചൈനയുടെ ഉള്ളിലുള്ള ഡേറ്റാസ് നിങ്ങൾ CCP പാർട്ടിക്കോ ചൈനയ്ക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷേ ഹോങ്കോങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഓട്ടോണമിയാണ്. അതുപോലെ തന്നെ തായ്വാൻ എന്ന് പറയുന്നതും ടോട്ടലി തന്നെ വേറൊരു ഓട്ടോണമിയാണ്, അപ്പൊ വേറൊരു രാജ്യമാണ്. അപ്പൊ ഇങ്ങനെ US പിന്നെ വീണ്ടും പറയാം, കാരണം US ഡേറ്റയും തീർച്ചയായിട്ടും കൈമാറിയിട്ടുണ്ടെന്നാണ് അലിഗേഷൻ. അപ്പൊ ഈ ഒരു 3 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടാത്ത മറ്റുള്ള എത്രയോ രാജ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നോക്കിയാലും ഈ തായ്വാൻ ആയിക്കോട്ടെ, ഹോങ്കോങ് ആയിക്കോട്ടെ, അതേപോലെ അമേരിക്ക ആയിക്കോട്ടെ, ഇതൊക്കെ വേറെ ജൂറിസ്ഡിക്ഷൻ ആണ്. ഈ മറ്റുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള ഈ ഒരു ഡേറ്റ എങ്ങനെയാണ് നിങ്ങൾ ചൈനീസ് CCP പാർട്ടിയുമായിട്ട് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തത്? അതിനുള്ള കാരണം എന്താണ്? ഇതിനുള്ള ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം മാർക്ക് സക്കർബർഗ് നൽകിയില്ല. മാധ്യമപ്രവർത്തകർ ഒരുപാട് കൗണ്ടർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സക്കർബർഗിന് ഇതിന് ഉത്തരമില്ല എന്നുള്ളതാണ്. ഇതിനെ പുള്ളി കൗണ്ടർ ചെയ്യുന്നത് 2 മെത്തേഡിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. നമ്പർ 1, ഇതേ രീതിയിലുള്ള അലിഗേഷൻ ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എന്ത് തീരുമാനമാണ്? അതായത് ഡേറ്റകൾ ഫാക്ട് ചെക്ക് ചെയ്യാതെ അങ്ങ് വിടുക. അതാണ് നമ്പർ 1. കാരണം ഇവർ പറയുന്നത് ഞങ്ങൾ ഈ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അത് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ പ്ലാറ്റ്ഫോം ജെന്യൂൻ ആയിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫാക്ട് ചെക്കിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഡേറ്റാസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മാർക്ക് സക്കർബർഗ് വെക്കുന്ന നമ്പർ 1 ന്യായവാദം. ഇത് 1. അപ്പൊ ഇതിനെ ഗണ്ണിക്കാൻ പറ്റത്തില്ല. കാരണം കമ്പനിയുടെ ഓണറാണ്. ഈ ഡേറ്റ ഒക്കെ വെരിഫൈ ചെയ്ത് അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണോ എന്ന് വെരിഫൈ ചെയ്ത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ റിലയബിലിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് മാർക്ക് സക്കർബർഗ് വാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒന്നും ഗണ്ണിക്കാനില്ല. ഇനിയിപ്പോ ഇതിനകത്ത് പുതിയ നിയമ നടപടികളോ പുതിയ നിയമങ്ങളോ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൂ. പിന്നെ സക്കർബർഗ് ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും രണ്ടും കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രഷർ ഇപ്പം മെറ്റയുടെ മേളിൽ കൊണ്ട് ഇടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ നിങ്ങൾ പർച്ചേസ് ചെയ്തത്. അതായത് ഫേസ്ബുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ അഡീഷണൽ ഫെസിലിറ്റീസ് ഒന്നും തന്നെ അപ്ഗ്രേഡ് ചെയ്യാതെ അതിനെ തടഞ്ഞു നിർത്താനുമല്ലേ നിങ്ങളിത് വാങ്ങിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിനെ മാർക്ക് സക്കർബർഗ് പറഞ്ഞത്, അതായത് ഇനിഷ്യലി നമ്മൾക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുമ്പോഴത്തേക്കും 500 ബില്യൺ വില പറഞ്ഞാലും ഞാൻ മേടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം മേടിച്ചത്. അപ്പൊ അത് മേടിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോമ്പറ്റീറ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് മേടിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വീണ്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം വളരെ താല്പര്യത്തോടെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അതിന്റെ വളർച്ച വീണ്ടും ഉയരത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിനെ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. കാരണം അതിപ്പോ എന്റെ കമ്പനിയാണല്ലോ. ആ രീതിയിലുള്ള ഉത്തരമാണ് പറഞ്ഞത്.
ഇൻസ്റ്റാഗ്രാമിനെയും വാട്സപ്പിനെയും മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആരൊക്കെയോ താല്പര്യപ്പെടുന്നു. ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇലോൺ മസ്കിനെയാണോ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ബാക്ക് ടോക്ക് കൂടി ഉണ്ട്. ഇത് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത വിഷയമാണ്. കാരണം ഓൾറെഡി തന്നെ ടിക്ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഇതേപോലെ നിൽപ്പുണ്ട്. അത് ഓപ്പൺ ആയിട്ട് തന്നെ ടിക്ടോക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ട്രംപ് ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്താണ് ഇലോൺ മസ്ക് ആ ഒരു നിലയിൽ നിൽക്കുന്നത്. അതേപോലെ ഇലോൺ മസ്കിന് ഈ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും മേടിക്കാനുള്ള താല്പര്യമുണ്ടോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. കാരണം ഈ ഒരു സംസാരം ഇപ്പം ലൈം ലൈറ്റിൽ വന്നു കഴിഞ്ഞു പുറത്ത്. അതിന് മാർക്ക് സക്കർബർഗ് പറഞ്ഞത് ബൈ ഓർ ബറീഡ്, അതായത് ഒന്നെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുക. ഇതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു അജണ്ട എന്നാണ് മാർക്ക് സക്കർബർഗ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തുമാത്രം സത്യസന്ധതയുണ്ട്, സ്ട്രേറ്റ് ഫോർവേഡ് ഉണ്ട്, ചൈനയുമായിട്ട് നടന്ന ബിസിനസ് എന്താണ്, ഇതിലുപരിയായിട്ട് ഈ ഒരു സാറ എന്ന് പറഞ്ഞ ലേഡി ശരിവെക്കുന്നത് ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ്, AI ആപ്പ്, ഓപ്പൺ മോഡൽ, ക്ലോസ് മോഡൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ഫണ്ട് ഒഴുകുന്നുണ്ട് ഈ ഒരു വിഷയങ്ങളെ ചൊല്ലി. കാരണം ഫേസ്ബുക്കിന്റെ ലാമ എന്ന് പറഞ്ഞ ഒരു AI ടൂള് ഓപ്പൺ മോഡലാണ്. അതേപോലെ ഓപ്പൺ AIന്റെ ചാറ്റ് GPTയുടേത് ക്ലോസ്ഡ് മോഡലാണ്. അതേപോലെ ചൈനയുടെ ഡീപ് സീക്കും ഓപ്പൺ മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ മോഡൽ ഉണ്ടാകാൻ ഒരുപാട് സഹായിച്ചത് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിന്റെ ലാമ എന്ന് പറഞ്ഞ ആ ഒരു AI ടൂളാണ് ഏറ്റവും കൂടുതൽ ഡീപ് സീക്കിനെ സഹായിച്ചത്, അവരെ ടീച്ച് ചെയ്തത്, അവരെ പഠിപ്പിച്ചത് എന്നുള്ള അലിഗേഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാർക്ക് സക്കർബർഗ് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അതിൽ ഒരു ഡൗട്ടും ഇല്ല എന്നുള്ളത്. കാരണം ഈ ഒരു സെനറ്റ് കമ്മിറ്റി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കത്തില്ല. ഇവര് തീർച്ചയായിട്ടും ഇത് കോടതിയിലേക്ക് കൈമാറും. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് അവരുടെ കണ്ടെത്തൽ എന്താണോ അത് തീർച്ചയായിട്ടും അവർ കോർട്ടിലേക്ക് കൈമാറും. കോർട്ടിലേക്ക് കൈമാറുമ്പോഴത്തേക്കും ഈ കേസ് കോടതിയിലായിരിക്കും പിന്നെ വീണ്ടും കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഡീലിംഗ് ഒക്കെ ഉണ്ടാക്കി ഒത്തുതീർപ്പാക്കി ഇതിന്റെ ഓണർഷിപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോവാം. അത് മാർക്ക് സക്കർബർഗ് അത് പേടിക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും കൈവിട്ടു പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള പേടി മാർക്ക് സക്കർബർഗിനുണ്ട്. ഈ വിഷയം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നടന്ന വിഷയമാണ്. അതാണ് നമ്മൾ ഇത്ര ബ്രീഫ് ആയിട്ട് ഈ ഒരു കാര്യം ഇന്ന് സംസാരിച്ചത്. ചൈന അമേരിക്കക്കെതിരെ ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർ നിലനിൽക്കുകയാണല്ലോ. അങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ന് വിയറ്റ്നാം പോയിട്ടുണ്ട്. മലേഷ്യ, ഇതേപോലെ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളൊക്കെ ഓടി നടന്ന് സന്ദർശിക്കുകയാണ്. കംബോഡിയയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ വിയറ്റ്നാം അമേരിക്കയുമായിട്ട് പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. വിയറ്റ്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, അതായത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റയർ എർത്ത് മിനറൽസ് ഉള്ള ഒരു സ്ഥലം വിയറ്റ്നാമാണ്. ചൈനയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ മിനറൽ പ്ലാന്റുകൾ അവിടെ ഉണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് 48 എഗ്രിമെന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് വിയറ്റ്നാം സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ 48 എഗ്രിമെന്റും ഒരു രീതിയിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് എന്ത് എഗ്രിമെന്റ് ആണ്, എന്തിനെ കുറിച്ചാണ്, എന്ത് ബേസിലാണെന്നുള്ള കുറിച്ച് ഒരു വിവരവും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. രഹസ്യമായിട്ട് 48 കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതാണ് ഷീ ജിൻപിങ് ചെയ്തിരിക്കുന്ന പരിപാടി. അതായത് ഏത് വിധേനയും അമേരിക്കയെ എതിർക്കുക എന്നുള്ളതിൽ വളരെ ഉറച്ചു നിൽക്കുകയാണ് ഷീ ജിൻപിങ്. അതുപോലെ തന്നെ ചൈനയിൽ നടക്കുന്ന വേറൊരു ക്യാമ്പയിനാണ് ബ്രാൻഡ് ബ്രേക്കിംഗ്. ഈ ബ്രാൻഡ് ബ്രേക്കിംഗ് ക്യാമ്പയിൻ, അതായത് ചൈന എന്താണ് ചെയ്യുന്നത് പറഞ്ഞാല് താറുമാറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. വീഡിയോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാല് പല ബ്രാൻഡ് കമ്പനികൾക്കും ചൈനയ്ക്കുള്ളിലാണ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് സാറ, ഗുച്ചി, ഷനൽ, ഇതേപോലത്തെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അതായത് ഈ പ്രോഡക്റ്റുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്, ഈ പ്രോഡക്റ്റുകൾ ഏത് തരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിന്റെ നൂല് എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ ലെതർ എവിടെ നിന്ന് വരുന്നു, ഇത് എങ്ങനെയാണ് ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്, ഇതൊക്കെ വീഡിയോ എടുത്ത് ടിക്ടോക്കില്, അതായത് 1ഉം 2ഉം അല്ല, അതായത് 100ഉം 200ഉം 1000 കണക്കിന് വീഡിയോസ് എടുത്ത് ഇവര് ടിക്ടോക്കിൽ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അതായത് ഗ്ലോബലി ഇവര് ബ്രാൻഡ് ബ്രേക്ക് ചെയ്യാണ്. അതായത് ഒരു ബ്രാൻഡിന്റെ സീക്രട്സ് മൊത്തം ഇവര് റിവീൽ ചെയ്യാണ്. മാക്സിമം അമേരിക്കൻ പ്രോഡക്ട്സ്, പ്രാഡ പോലത്തെ വലിയ വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ഇവര് ബ്രാൻഡ് ബ്രേക്ക് ചെയ്യാണ്, അവരെ തകർക്കുകയാണ്. അഡിഡാസിന്റെ ഷൂസ് എവിടെ നിന്നുണ്ടാകുന്നു, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ക്വാളിറ്റി എന്താണ്. ചൈന വേറൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ, ദുബായ് പോലത്തെ നഗരങ്ങളിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അവിടെ എല്ലാം തന്നെ കോപ്പികൾ അവൈലബിൾ ആണ്. ഗൾഫിൽ നിന്ന് വരുന്ന പല ആൾക്കാരും കോപ്പികൾ കൊണ്ടുവരാറുണ്ട്. ഫസ്റ്റ് കോപ്പി, മാസ്റ്റർ കോപ്പി, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി എന്ന് പറഞ്ഞിട്ട് പല ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്കും ഈ ഒരു കോപ്പി ഐറ്റംസ് ഉണ്ട്. ഈ കോപ്പിയിൽ ഈ മാസ്റ്റർ കോപ്പി എന്ന് പറയുന്നത് സെയിം ആസ് ആ പ്രോഡക്റ്റ് ആണെന്നാണ് ചൈന പറയുന്നത്. ഇന്ന് ഈ ഒരു ബ്രാൻഡ് നെയിമിന് വേണ്ടിയിട്ട് ഇവർ എവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്, അതേ സ്ഥലങ്ങളിൽ സാധനം എടുത്ത് മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡിങ് ഉണ്ടാക്കി ഇവർ പുറത്തിറക്കുകയാണ്. അത് ചൈന എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാസ്റ്റർ കോപ്പി തന്നെയാണ് ഈ ഒറിജിനൽ പ്രോഡക്റ്റ് എന്നാണ് അവർ പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളിൽ അവർ അമേരിക്കൻ ടാഗ് അവിടെ വെക്കുന്നു, അത്രേ ഉള്ളൂ. ആ കമ്പനിയുടെ ബ്രാൻഡ് ലോഗോ അവിടെ പിടിപ്പിക്കുന്നു. ആ ലോഗോ ഇവിടെ പിടിപ്പിക്കുന്നില്ല. അതായത് ഇപ്പൊ അമേരിക്കയിൽ തന്നെ ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണ്. അതായത് 1000 കണക്കിലും 2000 കണക്കിലും 3000 കണക്കിലും പൈസ ഡോളർ മുടക്കി മേടിച്ച പല പല ബ്രാൻഡഡ് പ്രോഡക്റ്റുകളും $100 $200 വർത്തുള്ളൂ എന്നുള്ള നിലയിലാണ് ഈ ഒരു ബ്രാൻഡിനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നത് ചൈന.
ഇതൊക്കെ ഈ ഒരു താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ പുറകിൽ ചൈന കാണിച്ചു കൂട്ടുന്ന ചില വിഷയങ്ങളാണ്. ഇതൊക്കെ മാസീവ് ആയിട്ടുള്ള രീതിയിലാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ചൈന പറയുന്നത് ചൈനയ്ക്ക് ടൂറിസ്റ്റുകളായിട്ട് വരും, വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിലുള്ള സെയിം പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെ ചീപ്പ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും, വില കുറഞ്ഞ് നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകാം, സെയിം പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഒക്കെ ചൈന ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പം ചൈന അമേരിക്കക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു രീതിയിലുള്ള ഒരു വാർ. അമേരിക്കയുടെ ഉള്ളിൽ ഒരു മാസ് കൺഫ്യൂഷൻ അതാണ് അമേരിക്കയുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. കാരണം ഈ ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ ഒരു താരിഫ് നിർത്തിവെച്ചു. അപ്പം ഇപ്പൊ മാറി ചിന്തിക്കുകയാണ്. അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തകളാണ് ഇപ്പം അവിടെ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, അവരുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഇതിന് ചർച്ചയാണ് ഇപ്പം. അപ്പൊ അതിൽ അവർ ചിന്തിക്കുന്നത് എവിടെ നിന്ന് കൊണ്ടുവരും, റെയർ എർത്ത് മിനറൽസ് എവിടെ നിന്ന് കൊണ്ടുവരും, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് നമ്മളുടെ പാറ്റന്റ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളിവിടെ മാനുഫാക്ചറിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇത്രയും നാളും അമേരിക്കയുടെ കയ്യിലാണ് പാറ്റന്റ് ബ്ലൂ പ്രിന്റ് എല്ലാം ഉള്ളത്. ഇവർ ജസ്റ്റ് ബ്ലൂ പ്രിന്റ് മാത്രം കൊടുക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് സാധനവും ചൈനയിലാണ് ഉണ്ടാകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പലരും ചെറിയ കമന്റുകൾ ഇടുന്ന കണ്ടു. അതായത് സൗത്ത് കൊറിയ, ജപ്പാൻ ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രൊഡക്ഷൻസും ടെക്നോളജി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ സൗത്ത് കൊറിയയുടെ പോപ്പുലേഷൻ ഡിമിനിഷിംഗ്, സൗത്ത് കൊറിയയിലെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അത്ര ശക്തി പ്രാപിക്കാത്തത് എന്തുകൊണ്ടാണ്, അവിടെയുള്ള ഷോർട്ടേജ് എന്താണ്, ഇതൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സൗത്ത് കൊറിയ ചൈനയെ പോലെ ആവാത്തത് എന്ന്. കാരണം ചൈനയെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര രീതിയിലുള്ള മാസ് പ്രൊഡക്ഷൻ ആണ് ചൈനയ്ക്കുള്ളിൽ നടക്കുന്നത്. മാസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല സൗത്ത് കൊറിയയ്ക്ക്. അത് കമ്പാരിറ്റീവ്ലി ചൈനയെ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. ജപ്പാൻ അതേപോലെ തന്നെയാണ്. എല്ലാം വയസ്സായ ആൾക്കാരാണ്, അവിടെ യങ്സ്റ്റേഴ്സ് ഇല്ല. സൗത്ത് കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ POR എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ അഡിക്റ്റ് ആയി അവരുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ മാരേജ് പോലും ചെയ്യാതെ വേറൊരു സോഷ്യോളജി ഇഷ്യൂ ആ രണ്ട് രാജ്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ കുട്ടികൾക്ക് മാരേജ് ചെയ്യേണ്ട, അതാണ് ഇപ്പൊ അവിടത്തേക്ക് പ്രശ്നം. അതൊക്കെ വേറൊരു വിഷയമാണ്, അത് വേറൊരു സബ്ജക്ട് തന്നെ സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പൊ അങ്ങനെയാണ് ആ രണ്ട് രാജ്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനങ്ങളില്ല, പോപ്പുലേഷൻ ഇല്ല, യങ്സ്റ്റേഴ്സ് ഇല്ല, അവിടെ അതുകൊണ്ട് ഇനഫ് വർക്കേഴ്സ് ഇല്ല. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ചൈന ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. ആ രീതിയിലാണ് ചൈന മാസ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ നിൽക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഒരു 5-10 വർഷം കഴിഞ്ഞാൽ ചൈന എവിടെ എത്തും എന്നുള്ളത്. ആ ഒരു അവസ്ഥയെ അമേരിക്ക പേടിക്കുന്നുണ്ട്, ഭീതിയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പൊ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇന്ന് തന്നെ ശ്രമിക്കുന്നത്. തടയിടാന്ന് പറഞ്ഞാല് ചൈനയെ അങ്ങ് ഇല്ലാതാക്കാനല്ല, അവിടെ ഒരു ബ്രേക്ക് വേണം. അവിടെ ചെറിയൊരു ബ്രേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചൈന ഒരു ഡോമിനേറ്റ് ആയിട്ട്, കാരണം ചൈനയിൽ ഒരു ഡെമോക്രസി ഇല്ല. ചൈനയുടെ എക്സ്പാൻഷൻ തിയറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അപ്പൊ അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ, അമേരിക്ക പോലത്തെ ഒരു രാജ്യം ചൈനയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ചൈന ഓവറോൾ ഒരു ഡോമിനേഷൻ കാണിക്കും. അതിന്റെ ഫലമാണല്ലോ നമ്മൾ ലഡാക്കിലും പിന്നെ അരുണാചൽ പ്രദേശിലും ശ്രീലങ്കയുടെ വിഷയത്തിലും മാൾഡീവ്സിലും എല്ലാം നമ്മൾ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ പല വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ചൈനയ്ക്ക് ഒരു ഫുൾ ഡോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണ് ലോക പോലീസ്, ഞാനാണ് ലോക മേധാവി എന്നുള്ളൊരു പദവി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ചെറിയ കൺട്രോൾ ചൈനയുടെ മേളിൽ വരുത്തണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. അതായത് റഷ്യ ആക്രമിക്കുന്നത് എപ്പോഴും തീവ്രവാദ ആക്രമണമാണ്, അങ്ങനെയാണ് പൊതുവിലെ ആൾക്കാർ വിലയിരുത്തുന്നത്. അതേപോലെ ഉക്രൈൻ തിരിച്ചടിക്കുന്നുണ്ട്. ഉക്രൈൻ ഇന്നലെ 150 ഡ്രോൺ കേഴ്സ്ക് മേഖലയിൽ, കേഴ്സ്ക് ഒബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ 150 ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 100 ഡ്രോണോളം റഷ്യ അടിച്ചിട്ടിട്ടുണ്ട്. ബാക്കി 50 എണ്ണം പതിച്ചു എന്നാണ് റഷ്യ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതും പല റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഒക്കെ കത്തി നിൽക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ന്യൂസിൽ കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ തലേ ദിവസം റഷ്യ ഒരു ആക്രമണം നടത്തി ഏതാണ്ട് 30-34 ആൾക്കാർ ഉക്രൈന്റെ ഉള്ളിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്രമണം എന്നുള്ള നിലയിലാണ് ഇവർ ചെയ്തത്. ഡൊണാൾഡ് ട്രംപിനെ ഓപ്പൺ ആയിട്ട് വിമർശിച്ചുകൊണ്ടാണ് സെലൻസ്കി സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ട്രംപ് ഇമീഡിയറ്റ് ആയിട്ട് അതിനെ തിരിച്ചടിച്ചിട്ടുണ്ട്. സെലൻസ്കിയുടെ വിഷയത്തിൽ ഓൾറെഡി തന്നെ ട്രംപ് ഡിസപ്പോയിന്റഡ് ആണ്. ഇതിലുപരിയായിട്ട് ട്രംപ് പറഞ്ഞത്, നിന്നേക്കാളും 20 മടങ്ങ് ശക്തിയുള്ള ഒരാളുമായിട്ടാണ് നീ യുദ്ധത്തിന് പോയത്. നിന്നെ ഇങ്ങനെ മോട്ടീവ് ചെയ്ത് വിട്ട ആൾക്കാർ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് ജോ ബൈഡൻ ഭരണകൂടമാണെന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് സംസാരിച്ചത്. പക്ഷെ ഇന്നത്തെ അമേരിക്കയുടെ നിലപാടും ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വീണ്ടും ഒരു മ്യൂച്വൽ ടോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഡോർ വേണം എന്നാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇത്രയും നാളും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രവൃത്തി അങ്ങ് വിജയം കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെയാണോ അമേരിക്ക ഇടപെട്ട് തീർക്കുന്നത്, അതേപോലെ ഇറാന്റെ വിഷയത്തിൽ എന്താണോ തീർപ്പുണ്ടാക്കുന്നത്, ഇതൊക്കെ തന്നെ ഈ ഒരു ട്രേഡ് വാറിനെയും കൂടെ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ട്രംപും സെലൻസ്കിയും വീണ്ടും തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചെളിവാരി എറിയുന്ന ഒരു അവസ്ഥയിലാണ് ഡയലോഗ്സ് ഒക്കെ വരുന്നത്. പിന്നെ സെലൻസ്കി ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിച്ചത് ചൈനീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞത് ഉക്രൈൻ ഞങ്ങൾ നന്നായിട്ട് ഗവനിച്ചിട്ടുണ്ട്,
റഷ്യ വളരെ വീക്കാണ്, അവരിങ്ങനെ വിചാരിക്കുന്ന പോലെ അത്തരം വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഈ ചൈനീസ് ഭടന്മാർ അവിടെ പറഞ്ഞത്. കണ്ടിട്ട് ഒട്ടും തന്നെ പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെ തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഉക്രൈൻ ഞങ്ങളെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നുണ്ട്, മെക്ഡൊണാൾഡിൽ നിന്നൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു തരുന്നത്, ആ രീതിയിലൊക്കെയാണ് അവർ ഉക്രൈനെ നല്ല രീതിയിൽ ഒന്ന് ഹൈപ്പറാക്കി സംസാരിച്ചത്. പക്ഷെ ചൈന ഇതിനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ചൈനയിൽ നിന്ന് റഷ്യക്ക് പോകരുതെന്നുള്ള തടസ്സങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ റഷ്യക്ക് പോകുന്ന ആൾക്കാർ അവിടെ മിലിറ്ററിയിൽ പണിയെടുക്കുന്നുള്ളത് നമ്മൾ അറിയാത്ത കാര്യമാണ്. അങ്ങനെയാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഇവിടെ ഇതാ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കോ. ഇതിനകത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിലും ദിവസങ്ങളിലായിട്ടൊക്കെ റഷ്യ കുറെ മൃതശരീരങ്ങൾ കേഴ്സ്ക് ഭാഗത്തൊക്കെ വളഞ്ഞു വെച്ചിരുന്ന ആ ഒരു സോൾജേഴ്സ് ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട സോൾജേഴ്സിന്റെ ആ മൃതശരീരങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ കൈമാറിയിട്ടുണ്ട് ഉക്രൈന്. ആ കൈമാറിയ മൃതശരീരങ്ങളുടെ ആ ഒരു ഭടന്മാരുടെ ലിസ്റ്റ് റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പോളണ്ടിലുള്ള ആൾക്കാരാണ്. അതിനകത്ത് അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ട്, വിവിധ രാജ്യങ്ങളിലുള്ള സോൾജേഴ്സ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 1500-ലധികം ആൾക്കാർ, ഈ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉക്രൈനിൽ വന്ന് റഷ്യക്കെതിരെ പടപൊരുതി എന്നാണ് റഷ്യ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു മറുപടിയും ഇനി ഉക്രൈന് സെലൻസ്കി കൊടുക്കാനുണ്ടാവില്ല. കാരണം റഷ്യ തീവ്രവാദ ആക്രമണമാണല്ലോ നടത്തുന്നത്. മറ്റേ ഉക്രൈൻ നടത്തുന്നത് പുണ്യപ്രവൃത്തിയാണ്. ഉക്രൈൻ തിരിച്ചടിക്കുന്നേ ഇല്ല, ഉക്രൈൻ പണ്ടുതൊട്ടേ തിരിച്ചടിക്കുന്നില്ല. അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ല അവിടെ പടപൊരുന്നത്. നാറ്റോ എന്ന് പറഞ്ഞ ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മ, യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിലാണ് ഉക്രൈനിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് റഷ്യക്കെതിരെ പടപൊരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ട് നാറ്റോ രാജ്യങ്ങൾ അവരുടെ ശക്തമായ ഒരു ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് റഷ്യയുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ഉക്രൈന് ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഉക്രൈന് പിടിച്ചേക്കാൻ വരുന്നത്. അതിലുപരിയായിട്ട് ഉക്രൈന് ആയുധം കൂടെ കൊടുക്കുന്നുണ്ട്. അതാണ് ട്രംപ് പറഞ്ഞത്, പല രീതിയിലുള്ള സപ്ലൈസ് 20 മടങ്ങ് നിന്നെക്കാളും ശക്തിയാർന്ന ഒരു രാജ്യമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നീ കുറച്ചുകൂടെ ആലോചിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻ യൂണിയനും ഇതേപോലെ ജോ ബൈഡൻ ഭരണകൂടം ഒക്കെ ആയുധങ്ങൾ തന്ന് നിന്നെ അങ്ങ് പറഞ്ഞു വിട്ടു? അപ്പൊ അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണമായിരുന്നു അതിനകത്ത് എടുത്തു ചാടാൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. അപ്പൊ എന്തായാലും കുറെ വിഷയങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സമയം അങ്ങ് നീണ്ടുപോകുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.